Namaste viewers, welcome back to my new video. In the 27th March, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ഓപ്ഷൻ ട്രേഡിംഗ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ലിസ്റ്റിൽ നമുക്ക് എങ്ങനെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് സ്ട്രൈക്ക് സെലക്ഷനൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് ടെസ്റ്റ് ചെയ്യാനോ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടുണ്ട്. കോൾ ഓൺ വാട്സ്ആപ്പ് സെയിം നമ്പർ തന്നെയാണ്. ഓഫീസ് വരുന്ന ആലപ്പുഴ ഡിസ്ട്രിക്ട് ചേർത്തല KSRTC സ്റ്റാൻഡ് എടുത്താണ്. വരേണ്ടവർക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു ഈ സോഫ്റ്റ്വെയർ ഒരു ഇൻ്റർഫേസ് ഇതാണ്. ഇതിൽ നമുക്ക് ഏറ്റവും മേഖല വരുന്നത് റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ. അതുപോലെ ഇതിനകത്ത് വൈറ്റ് വേർട്ടിക്കൽ ലൈൻ കാണാൻ സാധിക്കുന്നില്ല, അത് ഡേ സെപ്പറേഷൻ ആണ്. അത് നമുക്കൊരു ഗ്രീൻ കളറിൽ അപ്പാരോ വരുന്ന കാഴ്ചയുള്ളത്. അതുപോലെ റെഡ് ഡൗൺ ആരോ സെല്ലിംഗ് ഇൻഡിക്കേഷൻസ് ആണ്. സിഗ്നൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. അലേർട്ട് വരും, സൗണ്ട് കേൾക്കാൻ വരും. സെയിം ഡീറ്റെയിൽസ് ഏറ്റവും മേലത്തെ ഡാഷ്ബോർഡിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ബൈ വന്നിരിക്കുന്നത് 51,319 ടൈമും ഡേറ്റും എല്ലാം ഇവിടെ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇപ്പം മാർക്കറ്റിൻ്റെ റേറ്റ് അനുസരിച്ച് എത്ര പോയിന്റ് കയറിയിരിക്കുകയാണ് P&L ആണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഇടയ്ക്ക് ഒരു ലൈൻ പോയിട്ടുണ്ട്. അത് റെഡ് ഗ്രീൻ ലൈന് ട്രെൻഡ് ലൈനാണ്. ഗ്രീൻ ലൈൻ അപ്പ് ട്രെൻഡ്, റെഡ് ലൈൻ ഡൗൺ ട്രെൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ ക്യാൻഡിൽസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വരുന്നുണ്ട്. നോർമൽ നമ്മുടെ ക്യാൻഡിൽ കളർ റെഡും ഗ്രീനും മാത്രമാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ട് കളേഴ്സ് വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് ആ ടൈമിൽ സൈഡ് വേ പോകുക എന്നുള്ളതാണ്. ഒരു കറക്റ്റായിട്ടൊരു ട്രെൻഡ് ഇല്ല എന്നർത്ഥം. അപ്പോൾ നമുക്ക് സിഗ്നൽ വരുമ്പോൾ അലേർട്ട് വരും. ഏറ്റവും മേഖല എഴുതി കാണിക്കും. അപ്പോൾ ബൈ ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഡയറക്റ്റ് എഴുതി കാണിക്കുന്നത് ബൈ എന്നാ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ബൈ കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. അതുപോലെ സോഫ്റ്റ്വെയർ റേറ്റ് എഴുതി കാണിക്കുന്നുണ്ട് 51,319. അപ്പം നമ്മൾ ഈ ലെവൽ അനുസരിച്ച് അതിൻ്റെ ഏത് സ്ട്രൈപ്പ് എടുക്കാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ച് നിങ്ങൾക്ക് ഏതും എടുക്കാം. മണി ഔട്ടോ നിങ്ങളുടെ പ്രീമിയം ഏതിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് അതനുസരിച്ചുള്ള പ്രീമിയം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ബൈ വരുമ്പോൾ നമ്മളത് കൺഫേം ആണെങ്കിൽ മാത്രം എടുക്കുക. കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബൈസിക്കിളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്ത് പ്രൈസ് ഇതുപോലെ ബൈസോൺ എന്ന് കാണിക്കണം, പ്രൈസ് ഇൻ ബൈസോൺ എന്ന് കാണിക്കണം. അതുപോലെ നമ്മുടെ സിഗ്നൽ വരുമ്പോൾ ഈ ക്യാനിലാണെങ്കിൽ വെരി നെക്സ്റ്റ് ക്യാനിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ് നമ്മുടെ എൻട്രി പോയിന്റ്. 51,319 നമ്മുടെ സെക്കൻഡ് ക്യാനിൽ ഓപ്പണിംഗ് പ്രൈസ്. അപ്പോൾ അതിന് തൊട്ട് താഴത്തുള്ള ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഇൻ കേസ് ഗ്രീൻ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി ഈ ഒരു ബൈസിക്കിൾ വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ടാണ്. റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ടെങ്കിൽ താഴത്തെ ബാർ ഇല്ലെങ്കിലും നോ പ്രോബ്ലം. പ്രൈസ് ബൈസർ ആണെങ്കിൽ അവിടെ ഒരു ബൈ കൺഫർമേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. 51,319 നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ സോഫ്റ്റിനകത്ത് ഈ പറയുന്ന ഓപ്ഷൻ ചാർട്ടും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ചാർട്ടും കൂടെ ഓപ്പൺ ചെയ്ത് നിങ്ങൾ നോക്കണം. ഓപ്ഷൻ ചാർട്ടിൽ കൺഫേം ഒരു ബൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ 50,900 ഇപ്പോൾ അറ്റ് പ്രസന്റ് അത് ഡൗണിൽ നിൽക്കുകയാണ്. അതാണ് സെല്ലാരെ കാണിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ രാവിലെ വന്ന ബൈ. അപ്പോൾ നമുക്ക് രാവിലെ ബൈ വരുമ്പോൾ ഇതുണ്ട്, ഓപ്ഷനിൽ രാവിലെ ബൈ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ബൈ ആര വന്ന ശേഷം താഴത്തെ ബാർ ഗ്രീൻ ആണോ പ്രൈസ് ബൈസോൺ ആണോ നോക്കുക. പ്രൈസ് ബൈസോൺ ആണെന്നുണ്ടെങ്കിൽ ബാറിൻ്റെ താഴത്തെ ബാറില്ലെങ്കിലും റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന എൻട്രീസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. റെസിസ്റ്റർ ബ്രേക്ക് എന്ന് വെച്ചാൽ 90% മാർക്കറ്റിൽ കയറും. അപ്പം മാർക്കറ്റിലേക്ക് നമ്മൾ എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ ആ ടൈമിൽ കാണിച്ചിട്ട് ഇപ്പം മാർക്കറ്റ് ചെറുതായിട്ട് ഡൗണിൽ പോയത്. അതായത് ബാങ്ക് നിഫ്റ്റി കണ്ടോ, ബാങ്ക് നിഫ്റ്റി ചെറുതായിട്ട് റിവേഴ്സിൽ പോയില്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ കോൾ ഓപ്ഷൻ ഇപ്പോൾ സെറ്റിൽ നടക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്ന രാവിലത്തെ ഒരു മൂവ്മെന്റിലെ എൻട്രിയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ കൺഫേം ബൈ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എടുക്കാം. അപ്പോൾ ഞാൻ എങ്ങനെ എടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നിഫ്റ്റിയുടെ കാണിച്ചു തരുവാണെങ്കിൽ നിഫ്റ്റിയിൽ രാവിലെ നമുക്ക് ബൈ വന്നിട്ടുണ്ട് 23,543. ബൈ വന്ന് കാണിക്കുമ്പോഴേ നമ്മൾ കോൾ സൈഡിൽ മാത്രം എൻട്രി നോക്കുക. 23,543 നിൽക്കുന്ന മാർക്കറ്റിൽ 23,500 നിങ്ങൾക്ക് അഡ്ഡമണിയായിട്ട് എടുക്കാം. അത് 400 ഒരു 100 പോയിന്റ് താഴെ എടുക്കാം. അത് 400 300 ഒക്കെ നിങ്ങൾക്ക് എന്താ എടുക്കാം, ഇന്ത മണിയായിട്ട് എടുക്കാം. ഔട്ട് ഓഫ് ദ ബോഡി എൻ്റെ മേലെടുക്കാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് സ്ട്രൈക്ക് സെലക്ഷൻ നമ്മുടെ സോഫ്റ്റിനകത്ത് നോക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു സ്ട്രാറ്റജി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. പഠിച്ച് ചെയ്ത് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു മന്തിൽ റിട്ടേൺ ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ അറിയണം, ലൈവായിട്ടൊരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.